പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. പ്രധാനമായും 3 ഗോൾ കീപ്പർമാരാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ 3 ഗോൾ കീപ്പർമാരിൽ 2 പേരെയാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും അതുപോലെ തന്നെ സെക്കൻഡ് ഗോൾ കീപ്പറായി യുവതാരമായ സോംകുമാറുമാണ് നിലവിലുള്ളത്. നോറ ഫെർണാണ്ടസ് തേർഡ് ഗോൾ കീപ്പറായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ നിലവിൽ ഉള്ളത്. എന്നാൽ നോറ ഫെർണാണ്ടസിനെ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. സോംകുമാറും അതുപോലെ തന്നെ സച്ചിൻ സുരേഷും ഇപ്പോൾ ഒരു പരാജയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് എല്ലാ മത്സരങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. ഗോൾ കീപ്പിംഗ് പിഴവിൽ നിന്നും ധാരാളമായ ഗോളുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ വഴങ്ങിയിട്ടുള്ളത്. എന്നാൽ നോറ ഫെർണാണ്ടസിനെ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാത്തത് എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് ഐസ്വാൾ എഫ്സിയിൽ നിന്നും നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. എന്നാൽ ഒറ്റ മത്സരത്തിൽ പോലും ISL താരം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്നാൽ ഇപ്പോൾ നോറ ഫെർണാണ്ടസിനെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സില്ലി സ്പോർട്സ് ആണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നോറ ഫെർണാണ്ടസിനെ മറ്റേതെങ്കിലും ഒരു ക്ലബിലേക്ക് ലോണിൽ കൊടുക്കാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നാണ് സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് I ലീഗ് ക്ലബ്ബാണോ അതോ ISL ക്ലബ്ബാണോ എന്നതൊന്നും വ്യക്തമല്ല. എന്നാൽ മറ്റൊരു ക്ലബിലേക്ക് അദ്ദേഹത്തെ ലോണിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനായി മികച്ച ഒരു ഗോൾ കീപ്പറിനെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നോറ മറ്റൊരു ക്ലബിൽ ലോണിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പകരക്കാരനായി ഒരു മികച്ച ഗോൾ കീപ്പറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ISL എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പർ തന്നെയായിരിക്കും. ആരായിരിക്കും ആ ഗോൾ കീപ്പർ എന്നാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ട ഒരു കാഴ്ച. എന്തായാലും ധീരജ് സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള റൂമറുകളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ഇനി അദ്ദേഹത്തെയാണോ കൊണ്ടുവരുന്നതെന്ന് വ്യക്തമല്ല. എന്നാലും നോറ ഫെർണാണ്ടസിനെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ലോണിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനായി മികച്ചൊരു ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുവരാനാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.